തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ് ഇറാൻ. ലെബനനിലെ നബാത്തിയ പ്രദേശത്ത് നടന്ന ക്രൂരമായ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 11 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണമെത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരവും ഭൂപ്രദേശവും സംരക്ഷിക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള നിയമപരവും ന്യായവുമായ അവകാശം ലെബനനുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ചൂണ്ടിക്കാട്ടിയത്. സ്വന്തം നിലനിൽപ്പും ദേശീയ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനായി ഇസ്രയേലിന്റെ അധിനിവേശത്തിനെതിരെ സർവ്വസജ്ജീകരണങ്ങളും ഉപയോഗിച്ച് പോരാടാൻ ലെബനന് പൂർണ്ണ നിയമപരമായ അവകാശമുണ്ട്. ഈ ഘട്ടത്തിൽ ലെബനനിലെ ജനങ്ങളോടൊപ്പം ഇറാൻ നിലകൊള്ളുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖി പറഞ്ഞത്. ലെബനന്റെ പരമാധികാരത്തിന്മേലും അതിർത്തി പ്രദേശങ്ങളിലുള്ള കടന്നുകയറ്റം ഇസ്രയേൽ തുടരുകയാണ്. പിടിച്ചെടുത്ത ലെബനൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഉടനടി പിന്മാറണം. അധിനിവേശ ശക്തികൾക്കെതിരെ വീറോടെ പോരാടുന്ന ലെബനനിലെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് പ്രശംസനീയമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക തത്വങ്ങളും ഇസ്രയേൽ പരസ്യമായി ലംഘിക്കുമ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുലർത്തുന്ന മൗനവും നിഷ്ക്രിയത്വവും തികച്ചും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തെ ശക്തമായി അപലപിച്ച ഹിസ്ബുള്ള വരും ദിവസങ്ങളിൽ കൃത്യമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ക്രൂരമായ കൂട്ടക്കൊലകൾ ലെബനൻ ജനതയ്ക്ക് നേരെ ഇസ്രയേൽ വർഷങ്ങളായി തുടരുന്ന ചോരക്കളി മാത്രമാണ്. ജനങ്ങളുടെ വീടുകളും കൃഷിഭൂമികളും തകർത്ത് ഗ്രാമങ്ങളെ തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ശത്രുക്കൾ ശ്രമിക്കുന്നതെന്നും ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടി. ലെബനന് നേരെ നടക്കുന്ന ഈ നിരന്തര ആക്രമണങ്ങൾക്കും പരമാധികാര ലംഘനങ്ങൾക്കും ഇസ്രയേലിനൊപ്പം അവരെ അന്ധമായി പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഒരുപോലെ ഉത്തരവാദികളാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. നിലവിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും തങ്ങളെ നിരായുധീകരിക്കാനുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ജൂൺ 26 തയ്യാറാക്കിയ കരാർ ലെബനന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നതായി ലെബനൻ അധികൃതർ അറിയിക്കുകയും ചെയ്തു. ജൂണിൽ നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 3 ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റതിന് മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണം പുറത്തു വന്നത്. എന്നാൽ സാധാരണക്കാരെയാണ് ആക്രമണം ബാധിച്ചതെന്ന് ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ആരോപിച്ചിരുന്നു. ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ വെടിനിർത്തൽ വീണ്ടും തകരുമോ എന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട്. അതേസമയം ഇറാനുമായി സഖ്യമുള്ള ഹൂതികൾ ചെങ്കടലിനോട് ചേർന്നുള്ള മേഖലയിൽ ആക്രമണങ്ങൾ തുടരുന്നതായും റിപ്പോർട്ടുണ്ട്. ഓഗസ്റ്റ് 15 യമനിലെ മൊഖ തുറമുഖത്തേക്കുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും തുറമുഖ പ്രവർത്തനം തടസ്സപ്പെട്ടതായും വിവരമുണ്ട്. ഇതോടെ ഹോർമുസിനൊപ്പം ചെങ്കടൽ ബാബൽ മദബ് മേഖലയിലെയും കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഇപ്പോൾ ഉയരുകയുമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്നാൽ കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച ഇറാന്റെ നിലപാടിലും അമേരിക്കയുടെ ആവശ്യങ്ങളിലും വലിയ വ്യത്യാസവുമുണ്ട്. അമേരിക്കയുമായി ധാരണയിലെത്തുന്നതിന് മുൻപ് മുൻ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. അതേസമയം ഹോർമുസിലൂടെ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇറാനെ പരാജയപ്പെടുത്തിയ ശേഷം ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം എത്തിയത്. US തങ്ങളുടെ പരാജയം പൂർണ്ണമായും സമ്മതിക്കുന്നതുവരെ കടലിടുക്കിലെ ഉപരോധം തുടരുമെന്നാണ് പ്രഖ്യാപനവും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.